40 വയസ്സിൽ കൂടുതൽ വരും, 45 വയസ്സോളം വരും. 40 വയസ്സിൽ കൂടുതൽ വരും, 45 വയസ്സോളം വരും. അതിൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റോ ഇല്ലെങ്കിൽ ഈ ഇതേപോലെയുള്ള മാധ്യമ സംവിധാനം തിരുവനന്തപുരത്തുള്ളതാണ്. അവിടെ ഇന്ന് എനിക്ക് ആപത്തൊന്നും ഇല്ലാതെ ഞാനിപ്പോൾ പോലീസ് സംവിധാനത്തിനെ ഭയപ്പെടുന്നു. ഞാൻ തിരുവനന്തപുരം വരെ എൻ്റെ കാർ ഓടിച്ച് തിരുവനന്തപുരത്ത് എത്തുന്നതിനെ പോലും ഞാൻ ഭയപ്പെടുന്നുണ്ട്. പോലീസിന് അത്രത്തോളം ഭയപ്പെടുന്നുണ്ട്. അത്രത്തോളം പീഡനമാണ് എനിക്ക് അനുഭവിക്കേണ്ടി വന്നത്. പോലീസുകാർ ഈ പറയുന്ന പോലീസ് സംവിധാനം എന്ന് പറയുന്നത് നമ്മുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ വേണ്ടിയാണ് പോലീസ് എന്നുള്ളതാണ് എൻ്റെ ധാരണ ഇതുവരെ. അതിന് വിരുദ്ധമായിട്ട് ഞാൻ ഈ പൈസ കൊടുത്ത് എൻ്റെ ഡ്രൈവറെ സ്റ്റേഷൻ്റെ SIയുടെ റൂമിലോട്ട് കടത്തി വിട്ടിട്ട് ഞാൻ പറഞ്ഞു GD എൻട്രി ചെയ്ത് GD റെക്കോർഡ് ചെയ്ത് വേണം ഈ പൈസ കൊടുക്കാനെന്ന് പറഞ്ഞു. അപ്പം ഇവിടെ ഇങ്ങനെ GD എൻട്രി ഇല്ല, GD റെക്കോർഡും ചെയ്യില്ല, പൈസ കൊടുത്ത് മര്യാദയ്ക്ക് പൈസ കൊടുക്കുക. എങ്ങനെ 25,000 രൂപ കൊടുത്തിരിക്കുന്ന മഞ്ചേശ്വരം സ്റ്റേഷനിലാണ്. അതിൻ്റെ ആ അടച്ച റെസിപ്റ്റ് ഞാൻ നിങ്ങളുടെ ഫൈൻ അത് നോക്കാം. അതിനകത്ത് റെസിപ്റ്റിൻ്റെ കോപ്പിയുണ്ട്, ഒറിജിനൽ എൻ്റെ കൈവശമുണ്ട്. അത് നോക്കിയിട്ട് അതിൻ്റെ രേഖയുണ്ടല്ലോ. അതിനകത്ത് എഴുതിയിരിക്കുന്ന സെക്ഷനൊന്നും നോക്കാൻ എനിക്ക് അത്രയും വലിയ വിദ്യാഭ്യാസം ഇല്ല. നമ്മൾ പോലീസ് എന്ന് പറയുന്ന ഒരു സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളത് ബഹുമാനത്തോടു കൂടിയാണ് കാണുന്നവരെ. ആ പറയുന്ന പെർമിഷൻ തന്നിട്ടാണ് എൻ്റെ 30,000 രൂപ ആ പറയുന്ന ഈ ഡെപ്പോസിറ്റ് ടാക്സ് അടച്ച ഈ റെക്കോർഡുകൾ മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. 9-ാം തീയതി രാവിലെ 6:30. 8-ാം തീയതി രാത്രി വൈകുന്നേരം അടയ്ക്കുന്നേ. അതിനുശേഷമാണ് വണ്ടി ചെക്ക് പോസ്റ്റ് വരുന്നത്. അതുതന്നെ അതിനുശേഷം രാത്രിയാണ് വണ്ടി വരുമ്പോൾ ഇവിടെ ഡ്യൂട്ടി ചേഞ്ച് അങ്ങനെയുള്ള കുറേ സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട്. എൻ്റെ സംവിധാനം എന്തെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഈ പറയുന്ന എൻ്റെ പത്ര സുഹൃത്തുക്കൾ എൻ്റെ കൂടെ അവിടെ വരേണ്ടി വരും. വന്ന് അവിടെ നടക്കുന്ന ചിത്രങ്ങളും കാര്യങ്ങളും നിങ്ങൾ നേരിട്ട് ബോധ്യപ്പെടേണ്ടി വരും. 9-ാം തീയതി. ഏത് എങ്ങനെ ഒന്നുകൂടെ മനസ്സിലാവും? മണലെടുക്കാനുള്ള പെർമിഷൻ എന്ന് പറയുന്നത് ഇതൊക്കെ എന്തോ ഒരു സംവിധാനം പോലെയാണ് നടക്കുന്നതെന്നുള്ളതിനകത്തുള്ളൊരു ഏറ്റവും വലിയൊരു സത്യമാണത്. ഈ കടലാസ് കൊടുത്താണ് അവിടെ ഡെപ്പോസിറ്റ് ടാക്സ് അടച്ചത്. ചെക്ക് പോസ്റ്റിൽ ഡെപ്പോസിറ്റ് ടാക്സ് അടച്ചത്. ഇവിടെ ഈ പറയുന്ന കാസർഗോഡിൻ്റെ നമ്മുടെ കേരളത്തിൻ്റെ ബൗണ്ടറിയിലുള്ള മഞ്ചേശ്വരം ചെക്ക് പോസ്റ്റിൽ സെയിൽ ടാക്സ് അടയ്ക്കാൻ ഈ റെക്കോർഡ് കാണിച്ചാണ് സെയിൽ ടാക്സ് അടച്ചിട്ടുള്ളത്. ഏത് പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞിട്ടാണല്ലോ ചെക്ക് പോസ്റ്റ്. ഈ രേഖ കൊടുത്താണ് ഞാൻ നികുതി അടച്ചിട്ടുള്ളത്. ഏത് ഈ രേഖ പ്രകാരമാണ് മണലെടുത്തതെന്നാണ് എന്നെ തൊഴിലാളികൾ എന്നെ പറഞ്ഞിട്ടുള്ളത്. പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ചെക്ക് പോസ്റ്റിന് അപ്പുറത്താണ്. ഡ്രൈവർ ബിനിൽ എന്ന് പറയുന്ന ഡ്രൈവറാ. ബിനിൽ അവൻ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റാ. അവൻ്റെ മൂക്കുന്ന ബ്ലഡ്